മലയാളം എളുപ്പത്തിൽ പഠിക്കാൻ 30 ഡേയ്സ് ചലഞ്ചിങ് ക്ലാസ്സിൻ്റെ 18ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മലയാള സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളും, അതായത് ആ മുതൽ അം വരെ. സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ? അ ആ, ഇ ഈ, ഉ ഊ, ഋ, എ ഏ, ഐ, ഒ ഓ, ഔ അം. ആദ്യം സ്വരാക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അതിനുശേഷം സ്വരചിഹ്നങ്ങൾ. പിന്നീട് നമ്മൾ പഠിച്ച ഒരു മാജിക് ഉണ്ടല്ലോ, കാച്ചാട്ടാത്താപ്പ മാജിക്. ആ അക്ഷരങ്ങളോട് കൂടി സ്വരചിഹ്നങ്ങൾ എങ്ങനെ ചേർത്ത് വായിക്കാം. അതുകൂടാതെ മ, ര, റ, വ, സ എന്നീ കുറച്ച് അധികം അക്ഷരങ്ങൾ കൂടി ഈ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കിയാലോ. സ്വരചിഹ്നം ചേർത്ത് എല്ലാവരും വായിക്കാനും എഴുതാനും തയ്യാറായിക്കോളൂ. ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ പറയുക, ബുക്കിലേക്ക് എഴുതുക, പറഞ്ഞ് എഴുതി, അതായത് ഉച്ചരിച്ച് എഴുതി പഠിക്കുക. എന്നിട്ട് വേണം നമുക്ക് വായിക്കാൻ പഠിക്കാൻ. റെഡിയാണല്ലോ. പുസ്തകങ്ങളും കഥാപുസ്തകങ്ങളൊക്കെ വായിക്കണ്ടേ? അപ്പോൾ അതിനു വേണ്ടി തുടക്കം നന്നാവണം. വായിച്ചു തുടങ്ങാം. ആദ്യത്തെ അക്ഷരം കായാണ്. ക കാ, കി കീ, കു കൂ, കൃ, കെ കേ, കൈ, കൊക്കോ, കൗ കം. ച ചാ, ചി ചീ, ചു ചൂ, ചൃ, ചെ ചേ, ചൈ, ചോ ചോ, ചൗ ചം. ട ടാ, ടി ടി, ടു ടു, ട്ര, ടെ ടേ, ടൈ, ടോ ടോ, ടൗ ടം. ത താ, തി തീ, തു തു, ത്ര, തേ തേ, തൈ, തോ തോ, തൗ തം. പ പാ, പി പീ, പു പൂ, പ്ര, പേ പേ, പൈ, പോ പോ, പൗ പം. മ മാ, മി മീ, മു മൂ, മൃ, മേ മേ, മൈ, മോ മോ, മൗ മം. അടുത്തത് രായാണ്. ര രാ, രീ രീ, രു രു, ഋ, രേ രേ, രൈ, രോ രോ, രൗ രം. അടുത്ത 3 അക്ഷരങ്ങൾക്ക് നിങ്ങൾ സ്വയം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, പരിശീലിക്കുക. ഓരോന്നും ബുക്കിലേക്ക് എഴുതുക, സ്വരാക്ഷരങ്ങൾ എഴുതുക, സ്വരചിഹ്നങ്ങൾ എഴുതുക. അതിനുശേഷം ഈ ഓരോ അക്ഷരങ്ങളും സ്വരചിഹ്നം ചേർത്ത് എഴുതി പഠിക്കുക. അങ്ങനെ നമുക്ക് ചിട്ടയായ പഠനത്തിലൂടെ ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മലയാള ഭാഷ സ്വന്തമാക്കാം. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. മലയാള ഭാഷ സ്വന്തമാക്കാൻ. സ്വന്തം പേര് ശരിയായിട്ട് എഴുതണ്ടേ? അത് എഴുതാൻ അറിയാത്തവർ വളരെയധികം പേരുണ്ട്. അത് പറ്റില്ല. മലയാളമാണ് നമ്മുടെ ഭാഷ. നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നത് മലയാളത്തിൻ്റെ തനിമയാണ്. മറക്കണ്ട. ക്ലാസ്സുകൾ തുടർന്ന് കാണുക.